ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. Meaning of education. Education is the process of facilitating learning or the acquisition of knowledge, skills, values, morals, beliefs, habits and personal development. The term education has been derived from the Latin term educatum, which means the act of teaching or training. ഇനി എറ്റിമോളജിക്കലി ഈ ഒരു വേർഡിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ ദ വേർഡ് എഡ്യൂക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് എഡ്യൂക്കെയർ വിച്ച് മീൻസ് ടു ബ്രിങ് അപ്പ് ഓർ ടു റൈസ്, അതായത് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതൊക്കെയാണ്. മറ്റു പലരും എഡ്യൂക്കേഷൻ എന്നുള്ള വേർഡിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ വേർഡ് എഡ്യൂക്കേഷൻ ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം അനദർ ലാറ്റിൻ ടേം എറ്റ്യൂസർ എന്നാണ്. അതിൻ്റെ മീനിങ് ടു ലീഡ് ഫോർത്ത് ഓർ ടു കം ഔട്ട് എന്നൊക്കെയാണ്. ഇവിടെ എജ്യൂക്കോ എന്ന വേർഡിലെ ദ ലെറ്റർ ഇ മീൻസ് ഔട്ട് ഓഫ് എന്നാണ്, ആൻഡ് ഡ്യൂക്കോ ടു ലീഡ് എന്നാണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ടു എക്സ്ട്രാക്ട് ഔട്ട് ആൻഡ് ടു ലീഡ് ഫോർത്ത് എന്നാണ്. ഓൾ ദീസ് മീനിങ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് എഡ്യൂക്കേഷൻ സീക്സ് to nourish the good qualities in man and draw out the best in every individual. Education seeks to develop the innate inner capacities of man. ഈ മീനിങ്സ് എല്ലാം എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷന് മനുഷ്യനിലെ നല്ല ഗുണങ്ങളെ നറിഷ് ചെയ്യാണ്, പരിപോഷിപ്പിക്കാനും അതുപോലെ ഓരോ വ്യക്തിയിലെയും മികച്ചത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ നോക്കാം. ഇന്ത്യൻ എഡ്യൂക്കേഷണൽ തിങ്കേഴ്സും അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷണൽ തിങ്കേഴ്സും എഡ്യൂക്കേഷനെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് രവീന്ദ്രനാഥ ടാഗോർ, ഇന്ത്യൻ എഡ്യൂക്കേഷണൽ തിങ്കറായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ The widest road leading to the solution of all our problems is education. നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും സൊല്യൂഷനിലേക്ക് നയിക്കുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു പാതയാണ് എഡ്യൂക്കേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷണൽ തിങ്കറായിട്ടുള്ള ഹെഡ്ബേർട്ട് സ്പെൻസർ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് കംപ്ലീറ്റ് ലിവിങ് എന്നാണ്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് എന്നുള്ളതാണ് ഹെഡ്ബേർട്ട് സ്പെൻസർ പറയുന്നത്. അടുത്തത് വെസ്റ്റേൺ ചിന്തകനായിട്ടുള്ള പ്ലാറ്റോ പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ കപ്പാസിറ്റി ടു ഫീൽ പ്ലഷർ ആൻഡ് പെയിൻ അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ്. ഇറ്റ് ഡെവലപ്സ് ഇൻ ദ ബോഡി ആൻഡ് ഇൻ ദ സോൾ ഓഫ് ദ പീപ്പിൾ ഓൾ ദ ബ്യൂട്ടി ആൻഡ് ഓൾ ദ പെർഫെക്ഷൻ വിച്ച് ഹീ ഈസ് കേപ്പബിൾ ഓഫ്. അപ്പം ഈ 3 ഡെഫിനിഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളത്, ഇനിയും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതായിട്ട് നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ നേച്ചർ എന്തൊക്കെയാണ്? ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നാമത്തത് എന്താണ്? നേച്ചർ. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. എഡ്യൂക്കേഷൻ ഈസ് സിസ്റ്റമാറ്റിക് പ്രോസസ്സ്. അതുപോലെ എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. അടുത്തത് എഡ്യൂക്കേഷൻ ഈസ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. എഡ്യൂക്കേഷൻ ഈസ് എ ട്രെയിനിങ് ഹ്യൂമൻ സെൻസ് മൈൻഡ് ബിഹേവിയർ ആക്ടിവിറ്റീസ്. അടുത്തത് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ്. എഡ്യൂക്കേഷൻ ഈസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡയറക്ഷൻ. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ്. വിത്തൗട്ട് എഡ്യൂക്കേഷൻ ഈസ് മീനിങ്ലെസ് ആൻഡ് ലൈക്ക് ദ ലൈഫ് ഓഫ് എ beast. Education is continuous reconstruction of our experiences, preparation of life. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ്റെ നേച്ചറായിട്ട് പറയുന്നത്. ഇതായിട്ട് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. എന്തൊക്കെ എയിംസ് ആണ് എഡ്യൂക്കേഷനുള്ളത്? അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് ഇവിടെ വേർഡ്സ് ആക്കി പറയുകയാണ്. നോളജ് അല്ലേ, സിറ്റിസൺഷിപ്പ്, ക്യാരക്ടർ ബിൽഡിംഗ്, സെൽഫ് റിയലൈസേഷൻ, മോറൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കോംപ്ലക്സ് ലിവിങ്, ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. കൂടാതെ നമുക്ക് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലേണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരുപാട്, അതുപോലെ ഇൻഡിവിജ്വൽ എയിംസ് ഉണ്ട് അല്ലേ, സോഷ്യൽ എയിംസും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിംസും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അങ്ങനെ ഇതൊക്കെ അതിൻ്റെ എയിംസിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ്റെ മീനിങ്, ഡെഫിനിഷന്, നേച്ചർ, എയിംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ.